ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ചിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇത് തന്ത്രിക്ക് കൈമാറുകയാണ്. പട്ടാപ്പകൽ നിരവധി ഭക്തന്മാരുടെയും നിരവധി വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ശ്രീകോവിലിന് മുന്നിൽ വെച്ചിട്ട് ഈ വാജീവാഹനം തന്ത്രിക്ക് കൈമാറുന്നു. എന്തിന് കൈമാറി? കാരണം അതാണ് ആചാരം, അതാണ് തന്ത്രസമുച്ചയം. തന്ത്രസമുച്ചയം എന്ന് പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു കൊടിമരം മാറ്റി പുതിയൊരു കൊടിമരം സ്ഥാപിക്കുമ്പോൾ ആ കൊടിമരത്തിന് മുകളിലുള്ള ഇത്തരത്തിലുള്ള വാജീവാഹനങ്ങൾ ഇതിന്റെ അവകാശി എന്ന് പറയുന്നത് തന്ത്രിയാണ്. തന്ത്രിക്കാണ് ഇത് കൈമാറേണ്ടത്. അതനുസരിച്ച് വളരെ കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോടെ അത് തന്ത്രിക്ക് കൊടുക്കുകയാണ്. ഇതാണ് സംഭവിച്ചത്. പക്ഷെ കഴിഞ്ഞ 3-4 ദിവസമായി TV ചർച്ചകൾ, പത്രങ്ങൾ ഒക്കെ കാണുന്ന നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തന്ത്രി ഇതിന്റെ മുന്നേ നമ്മൾ കേട്ടത് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് SIT-ക്കാര് ഇത് കണ്ടെടുത്തത് ഈ വാജീവാഹനം തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് SIT-ക്കാര് വാജീവാഹനം കണ്ടെത്തി എന്ന് നമ്മളൊരു വാർത്ത കണ്ടു. അതിന്റെ 2 മാസം മുമ്പ് തന്നെ തന്ത്രി പറഞ്ഞിരുന്നു, വാജീവാഹനം എന്റെ അടുത്തുണ്ട്, ഞാനത് കൊണ്ടുപോയി തരാം, എന്റെ അടുത്ത് വാജീവാഹനമുണ്ട്, ഞാൻ തരാം എന്ന് തന്ത്രി പറഞ്ഞിരുന്നു. ഈ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജീവാഹനം കണ്ടെടുക്കുന്നു. അങ്ങനെ ഒരു പുതിയൊരു നറേഷൻ ഉണ്ടാക്കി. ഈ തന്ത്രി വാജീവാഹനം കട്ടെടുത്തു. അപ്പൊ തന്ത്രിയെ കൂടുതൽ കുഴപ്പത്തിലാക്കണം, തന്ത്രി ആണ് ഏറ്റവും വലിയ കള്ളൻ എന്ന് സ്ഥാപിക്കണം. ഇതിനു വേണ്ടിയിട്ട് തന്ത്രി വാജീവാഹനം കട്ടെടുത്തു, അത് കടൽ കടത്തി, അത് കോടികളുടെ വിലക്ക് മറിച്ചു വിറ്റു എന്നൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ചർച്ച